ഇന്ന് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. അത് നമുക്ക് കൂട്ടാനൊക്കെ കുറവുള്ള ദിവസം, കൂട്ടാനൊന്നും ഇല്ലാത്ത ദിവസം നമുക്കൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ. നമുക്കൊരു ഉണക്കൽ പൊരിച്ചത് ഒരു ചമ്മന്തിയും കൂടിയിട്ടാകുമ്പോൾ നമുക്ക് വേറൊരു കറിയും വേണ്ട. അപ്പോൾ അത് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു മുരിങ്ങടല വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ തന്നെ മതി. പിന്നെ നമുക്കത് ചൂടായാൽ നമുക്ക് അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. എരിവ് എത്രണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മുളക് ഇടാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം കൂടി കൂട്ടിയിടാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടാൽ നമുക്ക് പാകത്തിന് എരിവ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കുറേ ദിവസമായി മുളക് ഇരിക്കാൻ വേണ്ടി നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താട്ടോ. അതാണ് ഇതിൻ്റെ കളറൊന്ന് കറുത്ത കളറ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഞാൻ എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഈ മുളക് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇത് മുളക് പൂക്കൊന്നും ചെയ്യില്ല. നമുക്കിത് കുറേ ദിവസം നമ്മൾ വാങ്ങി വെച്ചാൽ അതിൻ്റെ കുരുവൊക്കെ പൂത്തുണ്ടാവും. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ പൂക്കില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. പൂക്കൊന്നും ചെയ്യില്ല. അപ്പോൾ മുളക് ഇവിടെ നമുക്ക് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്കൊരു 8 ചെറുള്ളി അത് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഒരു 3 പച്ചമുളക്. ഈ പച്ചമുളക് എന്തായാലും നിർബന്ധമായിട്ട് ചേർക്കണം. ഇനി വറ്റൽമുളക് കുറച്ചിട്ട് പച്ചമുളക് ഇട്ടാലും മതി. എന്തായാലും ചേർക്കണം. ഇനി ചീനമുളക് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിട്ടാലും മതി. ചീനമുളക് കിട്ടുകയെങ്കിൽ അതാണ് നല്ലത്. ഉണ്ടെങ്കിൽ അത് ഇട്ടോളില്ലെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പുളി, ആ പുളി എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്നും കൂടുതൽ നേരം റോസ്റ്റ് ആവേണ്ട, ഒന്ന് വെറുതെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മുരിങ്ങടല ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ചമ്മന്തി ഉണ്ടാവുള്ളൂ. കുറേ വേണമെന്നുണ്ടെങ്കിൽ പാത്രം കൂടി ഇലെടുക്കുക. അപ്പോൾ അത് നമുക്ക് ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ നമുക്ക് അതിലേക്ക് ഇനി വേണ്ടത് തേങ്ങ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ ഉപ്പ് എല്ലായിടും പിടിച്ച് കഴിഞ്ഞാലേ നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് കഷ്ണാക്കിയിട്ടാണ് ഇട്ടത്. നിങ്ങൾ ചിരകിയിട്ട് ഇട്ടാലും മതി. ഇത് ചിരകാത്ത കാരണം കൊണ്ട് കഷ്ണാക്കി ഇട്ടതാണ്. ചമ്മന്തി കൂടുതൽ വേണ്ടവർക്ക് അപ്പോൾ തേങ്ങയും കൂടിയും കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ചമ്മന്തി കൂടുതലുണ്ടാവും. നമ്മൾ അതൊന്ന് അതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ തേങ്ങ അതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് ചെറുതായി ചൂടായാൽ നമുക്കത് ഒന്ന് തീ ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ലോണം പൊടിയൊന്നും ചെയ്യരുത്, നല്ലോണം അരയും വേണ്ട. ഒന്ന് വെറുതെ കറക്കിയാൽ മതി. എല്ലതും കൂടിയിട്ട് ഇട്ടിട്ട് ഒപ്പിട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. വെറുതെ പറയണതല്ല, ഒരു പ്രാവശ്യമെങ്കിലും ഇത് എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ മുരിങ്ങടല എല്ലായിടത്തും ഉള്ളതല്ലേ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ട് എന്തായാലും ഒരു പിടി മുരിങ്ങടല വെച്ചിട്ടെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടാക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ഒരു കറിയുടെ ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണിത്. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് കൂട്ടത്തിൽക്കും കുടുംബത്തിൽക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടേ ചമ്മന്തി. നമ്മൾ ചമ്മന്തി ഇവിടെ അരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ആയാൽ മതി. നല്ല അരയൊന്നും ചെയ്യരുത്. ഇതേപോലെ മുളകൊക്കെ ഇതേപോലെ നമുക്ക് കിട്ടിയാൽ മതി. കൂടുതൽ അരഞ്ഞതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമുക്ക് എല്ലാം ചമ്മന്തി ഇതേപോലെയാണ് നല്ലത്. ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക. ഒന്ന് നിർത്തിയിട്ടൊന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ കിട്ടും. പിന്നെ ഇതെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ചോറുണ്ടാക്കുക. എന്തായാലും ഇഷ്ടമാവും ഇത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും മുരിങ്ങടലയിൽ എങ്ങനെ പുളി ഇട്ടാലും എങ്ങനെ രസം എന്നൊക്കെ. അപ്പോൾ ഇതെന്തായാലും നല്ലതാണ്. ഒന്ന് ചെയ്ത് നോക്കി നോക്കി നിങ്ങൾ, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും മുരിങ്ങടല നമുക്ക് കറി വെക്കാനും ഉപ്പേരിക്കൊക്കെ നമുക്ക് നേരാക്കി എടുക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതുണ്ടാക്കാൻ തോന്നും. അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.